ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, മക്കളൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിലുള്ള ടൈമിനായിരുന്നു പോയത്. ഒരു നോമ്പ് 10-11 ആയപ്പോഴാണ് പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിലൊക്കെ പോവാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് മാക്സിൽ നിന്ന് കുറച്ച് ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക്. പിന്നെ ശോഭികയിലേക്കാണ് പോകുന്നത്, കൊയിലാണ്ടി. അപ്പം ഒരു ദിവസം ഒരു 10-10:30 ആയപ്പോഴാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും പോയി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 ദിവസത്തെ വ്ളോഗും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബൈക്കിൻ്റെ മുകളിലാണ് പോകുന്നത്, അതുകൊണ്ടാണ് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഫോൺ എടുക്കാനൊക്കെ എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഫോണൊക്കെ ഓണാക്കി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് കൊണ്ടുപോയി പിന്നെ മാറ്റിയത്. ഇപ്പം ഞാൻ ബില്ലിംഗ് സെക്ഷനിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ആയിട്ടുള്ള ഇന്നർ വെയർസും പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇടാനുള്ള ഇതുപോലത്തെ പാൻസ് ഉണ്ടല്ലോ, ട്രാക്ക് പാൻസോ ഏത് വേണമെങ്കിലും അവിടെ ഉണ്ട്. അപ്പോൾ പർദ്ദയായാലും കിഡ്സിൻ്റെതായാലും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഡ്രസ്സും ഒരേ സ്ഥലത്ത് നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെയല്ലേ പോവുക. ഇപ്പോൾ ഈ ഒരു പാക്കറ്റിൽ ബാപ്പാൻ്റെ ഡബിളാണ് കേട്ടോ ഉള്ളത്. അപ്പം പാപ്പാൻ്റെ ഈ ഒരു തുണി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ടീഷർട്ടോ അതൊക്കെ ഞാൻ വേറെ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെതും മക്കളതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ചുരിദാറാണ് ഞാൻ എടുത്തത്. പിന്നെ മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു, നൈറ്റി എനിക്കും ഉമ്മാക്കും എടുത്തിട്ടുണ്ടായിരുന്നു. മെറൂണും ഉമ്മാക്കും, ബ്ലൂ എനിക്കുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളെ ഡ്രസ്സുമാണ് കേട്ടോ. ഇത്രയും ഡ്രസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇന്നർ വെയർസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനൊരു ദിവസം പോയിട്ട് ഈ ഒരു ചുരിദാറ് മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. ചുരിദാറ് മാറ്റുന്ന അന്ന് തന്നെ മക്കളെ ഈ ഒരു 2 പാൻറ്റും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അത് ലെങ്ത്ത് കുറവായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് നൈറ്റി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കാത്തത്. എനിക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പം ഞാൻ പിന്നെ മാറ്റാൻ പോകുന്ന ദിവസം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ മാറ്റാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഷോപ്പിലേക്ക് പോവാണ്. ഇതാണ് കൊയിലാണ്ടി ശോഭിക. അവിടെ പോയി റിട്ടേൺ അടിച്ച് ബില്ലൊക്കെ വാങ്ങി. ഇനി എടുക്കുന്നത് ഈ ഒരു കളറൊന്നും അല്ല കേട്ടോ പാൻറ്റ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു കളറ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇവരെ സൈസിന് ഉള്ള ആ ഒരു കളറ് പാൻറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു കളറല്ല എനിക്ക് കിട്ടിയത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു സൈസിനുള്ള കളറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു കളർ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ കോട്ട് ഡ്രസ്സ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പം കോട്ട് ഡ്രസ്സിൻ്റെ സെലക്ഷൻ എന്ന് പറയാൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ചുരിദാറൊന്നും പോലെയല്ല, കോട്ട് ഡ്രസ്സ് ഇതുപോലെ ഹാങ്കർ ചെയ്തിട്ട് ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മോഡൽ തന്നെയാണ് കോട്ട് ഡ്രസ്സ്. അപ്പോൾ അവിടെ നിന്നൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. കുറച്ച് ഡേറ്റ്സും നട്ട്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കോട്ട് ഡ്രസ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. മക്കളെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ഫോട്ടോ ആണുള്ളത്. എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു ലൈറ്റ് പീച്ച് അല്ലെങ്കിൽ ലൈറ്റ് റോസ് ആ ഒരു കളറാണ് എൻ്റെ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ക്രീമും പിങ്കും ഹാഷും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഈ ഒരു കളറാണ് കേട്ടോ മക്കളെ 2 പേരുടെയും പാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് അത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റ് തന്നെയാണ്. മക്കളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡൽ പാൻസാണിത്. അപ്പം
ഞാൻ ഈ റമദാൻ ആയതുകൊണ്ടാണ് ഇവരെയും കൂട്ടി പോകാഞ്ഞത് കേട്ടോ. വലിയ പെരുന്നാളിൽ ഞാൻ ഇവരെയും കൂട്ടിയിട്ടാണ് പോയിട്ട് ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ നമുക്കിങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ നോമ്പും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇവരെയും കൂട്ടി പോയാൽ ഇവരിങ്ങനെ നമ്മളിങ്ങനെ നോക്കി നടക്കണം. അതുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോകാഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞങ്ങളുടെ ഡ്രസ്സ്, പെരുന്നാളിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. മറ്റു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.